യോസഫ് ഫറവോനോട് ജ്ഞാനവും വിവേകവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് മിസ്രയീം ദേശത്തിന് മേലധികാരി ആക്കി വയ്ക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, മിസ്രയീമിൽ 7 വർഷം സുഭിക്ഷമായ സംവത്സരം വെളിപ്പെടാൻ പോകുന്നു. അതിനെ തുടർന്നൊരു 7 വർഷം വരുന്നു. അത് കഠിനക്ഷാമമാണ്. അങ്ങനെയൊരു സ്വപ്നമാണ് ഫറവോൻ കണ്ടത്. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ മിസ്രയീമിലെ വിദ്വാൻമാർക്ക് കഴിയാതെ വന്നപ്പോൾ കുണ്ടറയിൽ കിടക്കുന്ന യോസെഫിനെ വേഗത്തിൽ കുണ്ടറിൽ നിറക്കി രാജകൊട്ടാരത്തിൽ ഫറവോന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. യോസെഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു. സുഭിക്ഷമായ ഒരു 7 വർഷം, അതിനെ തുടർന്ന് കഠിനമായ ക്ഷാമം വരികയാണ്. എന്നാൽ ഈ ക്ഷാമകാലത്ത് മിസ്രയീം ദേശം നശിച്ചു പോകാതിരിക്കണമെങ്കിൽ രാജാവേ, അവിടുന്ന് ജ്ഞാനവും വിവേകവുമുള്ള ഒരുത്തനെ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് അവനെ മിസ്രയീം ദേശത്തിന് മേലധികാരിയാക്കി വയ്ക്കണം. കാരണം 7 വർഷത്തെ സുഭിക്ഷ കാലഘട്ടത്തിങ്കൽ ഭരണത്തിൽ കയറിയ ഉടനെ വരുവാനിരിക്കുന്ന 7 വർഷത്തെ ക്ഷാമം മുൻപിൽ കണ്ട് ആ ക്ഷാമകാലത്ത് പിടിച്ചു നിൽക്കുവാനുള്ള ധാന്യം ഈ സുഭിക്ഷമായ കാലഘട്ടത്തിൽ തന്നെ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ധാന്യം ശേഖരിക്കണം. അതിന് ജ്ഞാനമുള്ള ഒരാൾ വേണം, വിവേകമുള്ള ഒരാൾ വേണം, ദർശനമുള്ളവൻ വേണം, പ്രാപ്തിയുള്ളവൻ വേണം എന്ന് യോസേഫ് പറഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, ദൈവാത്മാവുള്ള നിന്നെപ്പോലെ വേറൊരുത്തനെ കണ്ടുകിട്ടുമോ? നിന്നെ തന്നെ ഞാൻ മേലധികാരിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ വീക്ഷിക്കുകയാണ്. ആരെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്? ഒരു രാജ്യത്തിൻ്റെ ക്ഷാമം തീർക്കുവാൻ, ഭൂതലത്തിൽ മുഴുവൻ വരാനിരിക്കുന്ന ക്ഷാമം തീർക്കുവാൻ ഉത്തരവാദിത്വത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരുവനെ ദൈവം നോക്കുകയാണ്. ഇതല്പം ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ്. ആയിരങ്ങൾ പതിനായിരങ്ങൾ നാശത്തിൻ്റെ പാതയിലേക്ക് പോവുകയാണ്. ഉത്തരവാദിത്വത്തോടെ ദേശത്തെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, മുൻപിൽ നിൽക്കുവാൻ ഒരാൾ വേണം. യോസെഫിനെ ദൈവം മേലധികാരിയാക്കി. യോസഫ് വിശ്വസ്തയോടെ ആദ്യത്തെ 7 വർഷക്കാലം ധാന്യം ശേഖരിച്ചു. കടൽക്കരയിലെ മണൽ പോലെ ശേഖരിച്ചു. പിന്നീട് അളക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അളവ് നിർത്തിക്കളഞ്ഞു. അത്രത്തോളം ശേഖരിച്ചു. ഒരു കുടുംബത്തിന് വേണ്ടി അന്നം ശേഖരിക്കുന്നതല്ല, ഒരു രാഷ്ട്രത്തിന് വേണ്ടി, ഭൂമിയിലുള്ള സകല രാജ്യങ്ങൾക്ക് വേണ്ടി ശേഖരിക്കണം എന്ന ദർശനം പ്രാപിച്ചവൻ ശേഖരിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശുശ്രൂഷ വലുതാണെങ്കിൽ നിങ്ങളത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനാകണം. ആ ഗൗരവത്തോടെ തന്നെ ശുശ്രൂഷയെ കാണണം. ആരാണ് ജ്ഞാനമുള്ളവൻ? ആരാണ് വിവേകമുള്ളവൻ? തിരുവെഴുത്തെന്ന് പറയുന്നു. എന്താണ് ജ്ഞാനം? എന്താണ് വിവേകം? ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ് ആ മർമ്മം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇയ്യോബ് പറയുകയാണ്, കർത്താവിനോടുള്ള ഭക്തി തന്നെയാണ് ജ്ഞാനം. ദോഷം വിട്ടകുന്നത് നടക്കുന്നത് തന്നെയാണ് വിവേകം. പ്രിയപ്പെട്ടവരെ, എന്താണ് ജ്ഞാനം? ദൈവമായിട്ടുള്ള ബന്ധമാണ്.
ഭക്തിയാണ്. നിങ്ങൾക്കതുണ്ടോ? ദൈവമായിട്ട് ബന്ധമുണ്ടോ? ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും. രണ്ട് വിവേകമാണ്. നിങ്ങൾ ദോഷം വിട്ടകന്നാണോ നടക്കുന്നത്? വിശുദ്ധിയോടെയാണോ ദൈവത്തെ സേവിക്കുന്നത്? ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. യോസേപ്പിനെ പോലെ ശക്തമായൊരു ശുശ്രൂഷ നിങ്ങളിലൂടെ വെളിപ്പെടും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.